ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 36. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജനിച്ച വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും ആവശ്യം തന്നെയാണ്. ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ ആണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്. ഈ ആത്മാവ് വിശ്വാസിയിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിലുണ്ട്. അതിലൊന്ന് പരിശുദ്ധാത്മാഭിഷേകമാണ്. അത് പഴയ നിയമകാലത്ത് രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നീ പദവികൾക്കായി അഭിഷേകം ചെയ്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ രാജകീയ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുപോലെ ആത്മമുദ്ര, ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്നും വീണ്ടെടുപ്പിൻ നാളിലേക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണെന്നും മറ്റാർക്കും നമ്മുടെ മേൽ അധികാരമില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ അച്ചാരമെന്ന പദം കൊടുക്കൽ വാങ്ങലിന് മുൻകൂർ നൽകുന്നൊരു തുക, വിവാഹ നിശ്ചയത്തിന് നൽകുന്നൊരു മോതിരം എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പൂർണ്ണമായ വീണ്ടെടുപ്പിൻ്റെ ഉറപ്പാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ പരിശുദ്ധാത്മാ സ്നാനം, ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് വിശ്വാസികളെ അംഗങ്ങളാക്കുന്ന ഒരു പ്രക്രിയയാണ്. പെന്തക്കോസ്ത് നാളിലാണ് ഇത് ആദ്യമായി നടന്നത്. അന്ന് പുതിയ സഭ രൂപീകൃതമായി. നാം ഓരോരുത്തരും വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി നാം മാറുന്നു. ഒടുവിൽ ആത്മനിറവ്, ഇത് ആത്മാവിന് നാം വിധേയപ്പെടുന്നതിനെയാണ് കാണിക്കുന്നത്. തുടർമാനമായ ഒരു പ്രക്രിയയാണ് ഇത്. ഫലകരമായ ശുശ്രൂഷയ്ക്കും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും പരീക്ഷകളെ അതിജീവിക്കുന്നതിനും കർത്താവിനെ സാക്ഷിക്കുന്നതിനുമെല്ലാം ഇത് നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെ ആത്മാഭിഷേകവും ആത്മമുദ്രയും ആത്മാ അച്ചാരവും ആത്മസ്നാനവും എന്നിവ ഓരോ വിശ്വാസിയിലും നിലനിൽക്കേണ്ടതും, അതിനായി ആത്മനിറവ് ദൈനംദിന ജീവിതത്തിൽ നാം പരിശുദ്ധാത്മ വിധേയപ്പെടുന്നതിനാൽ പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടതും ആവശ്യമാണ്. ദൈവവചന പാരായണം, ദൈവവചന ധ്യാനം, പ്രാർത്ഥന, ആരാധന എന്നിവയാണ് ഇതിലെ മുഖ്യ ഘടകങ്ങൾ. അതുപോലെ പരിശുദ്ധാത്മാവും കൃപാവരങ്ങളും എന്നതുകൂടി സഭയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി സ്വാഭാവിക കഴിവുകൾക്ക് അതീതമായി പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമാണ് കൃപാവരങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ അനേക വിധത്തിലുള്ള പ്രവൃത്തികളെ കാണിക്കുന്നത് കൃപാവരങ്ങളിലൂടെയാണ്. 15 തരം കൃപാവരങ്ങൾ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ ഉപദേശം എന്ന വരം, ശുശ്രൂഷാവരം, പരിപാലന വരം, സുവിശേഷം അറിയിക്കുന്നതിനുള്ള വരം, ജ്ഞാനവരം, കരുണ കാണിക്കുവാനുള്ള വരം, അതുപോലെ സഹായം ചെയ്യുന്നുള്ള വരം, വിശ്വാസവരം, പ്രവചനവരം, വീര്യപ്രവൃത്തികൾക്കുള്ള വരം, രോഗശാന്തി വരം, അതുപോലെ വിവിധ ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കളുടെ വിവേചനം എന്നിവ വരം, ഇത് കൂടാതെ പ്രബോധനവരം ഉൾപ്പെടെ ഈ 15 തരത്തിലുള്ള കൃപാവരങ്ങൾ കൂടി ആത്മാവ് നമുക്ക് നൽകുന്നു. ത്രിയേക ദൈവത്തിൽ പരിശുദ്ധാത്മാവിന് വചനത്തിൽ അനേകം സാദൃശ്യങ്ങളും നൽകിയിട്ടുണ്ട്. കാറ്റ് എന്ന നിലയിലും അഭിഷേക തൈലം എന്ന നിലയിലും വെള്ളം, പ്രാവ്, അഗ്നി, മുദ്ര, മഞ്ഞ്, എണ്ണ എന്നിങ്ങനെയുള്ള സാദൃശ്യങ്ങൾ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിക്യ വിശ്വാസ പ്രമാണത്തിൽ ഇപ്രകാരം കാണുന്നു: കർത്താവും ജീവനെ നൽകുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുന്നവനും പ്രവാചകന്മാരാൽ മുന്നറിയിക്കപ്പെട്ടവനുമായ പരിശുദ്ധാത്മാവിനെയും ഞാൻ വിശ്വസിക്കുന്നു എന്നത്രേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വേദവാക്യങ്ങൾ എന്തു പറയുന്നു നോക്കാം. അതിലേക്ക് പരിശുദ്ധാത്മാവിന് ദൈവത്വമുണ്ട്, ആത്മാവിനാൽ ജനിക്കുക എന്ന് യേശു പറയുന്ന പദം യോഹന്നാൻ 3:6 ദൈവത്തിൽ നിന്നും